നാട്ടിൽ നിന്നൊക്കെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഒത്തിരി ചിരിക്കാറുണ്ട്. വിനീത് ഭയങ്കര രസമാണ്, വളരെ വളരെ നന്നായിരുന്നു. കോമഡി ഒക്കെ ആണെങ്കിലും മീൻസ് ബോറാവാതെ നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റാണ് താരം ഈ സിനിമയിൽ. കിട്ടില്ല ധൈര്യോടെ ടിക്കറ്റ് എൻ്റെ ഗ്യാരണ്ടി. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഷോവനിസ്റ്റാണ്, സെക്സിസ്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ ആ ക്യാരക്ടർ അങ്ങനെ ഡിസൈൻ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തൊന്നുമില്ല. അല്ലാണ്ട് ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലൗഡ്നെസ് ആ ക്യാരക്ടറിന് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ പല കമ്മ്യൂണിറ്റീസിനെ പറ്റിയും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ, ഇപ്പോൾ പേരൻസിൻ്റെ ആണെങ്കിലും അവരുടെ അഭിപ്രായങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും അത് അങ്ങനെ തന്നെ വേണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. എന്താ ഉദ്ദേശിച്ചത്? മീൻസ് കമ്മ്യൂണിറ്റിയുടെ അഭിപ്രായങ്ങൾ അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് മോശമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ധ്വനി. അതല്ല, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മോശമായിട്ട് ചിത്രീകരിക്കപ്പെടണം. എന്നാലാണല്ലോ ഇത് മോശമാണെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ആ ട്രാൻസ്ഫോർമേഷൻ ലാസ്റ്റ് വരുന്നുണ്ട്. വിനീതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. കാരണം ഒരു സെക്സിസ്റ്റായിട്ട്, ഒരു ഷോവനിസ്റ്റായിട്ട് ഒന്ന് സെക്സിസ്റ്റ് ആവുക, ഷോവനിസ്റ്റ് ആവുക എന്ന് പറയുന്നത് ഒരു മോശം കാര്യം തന്നെയാണെന്നാണ് നമ്മളിതിൽ പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ടേസ്റ്റ് എന്നാണ്. നമ്മളെ ആ സെക്ഷൽ ഓറിയൻറ്റേഷനും അത് ഒരു നമ്മുടെ ടേസ്റ്റിൻ്റെ ഭാഗം മാത്രമാണ്. അല്ലാണ്ട് അതൊരു ഫ്രൗണ്ട് അപ്പോണായി കാണേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതുപോലെ ഒരു സ്ത്രീയുടെ ശാരീരിക അളവുകോലുകൾ വെച്ചിട്ട് ആണ് ആദ്യം വിലയിരുത്തുന്നത്. ഭംഗി, പിന്നെ എന്താ പറയുക. അപ്പോൾ അങ്ങനെയൊന്നുമല്ല ഒരു സ്ത്രീയെ വിലയിരുത്തേണ്ടത് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ അവസാനം വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നില്ല, അതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ആ ട്രാൻസ്ഫർമേഷനാണ് ഒരു സെക്സിസ്റ്റ്, ഒരു ഷോവനിസ്റ്റ് ചെറുപ്പക്കാരൻ്റെ ട്രാൻസ്ഫർമേഷനാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണായിട്ട് മാറുന്നതാണ് ബേസിക്കലി. അത് ഹ്യൂമറിൽ പറയുന്നതേ ഉള്ളൂ. പക്ഷെ പുറത്തുനിന്ന് ആളുകൾ ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ടോട്ടലി അവർ ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഭയങ്കര. അതിനൊക്കെ പുറമെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഒത്തിരി ചിരിക്കാറുണ്ട്, ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. ഞാനിതിൻ്റെ കോറേറ്ററാണ്, ഈ സിനിമയുടെ കോറേറ്ററാണ്. എന്തായാലും നമ്മളെ ഫസ്റ്റ് പടമാണ്. പിന്നെ ഭയങ്കര സന്തോഷം. എഴുതുന്ന സമയത്ത് കുറെ കോമഡികൾ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പ്രേക്ഷകർ ഇവിടെ ചിരിച്ചിട്ടുണ്ടോ? ചിരിച്ചിട്ടുണ്ട്. ആ ചിരി കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ സ്ക്രീനിലേക്ക് വരികയും അത് ആളുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സമയത്തുള്ള ആ സന്തോഷം അത് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതെ. തീർച്ചയായും അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വിനീത് കണ്ണൂരാണ്. പിന്നെ കണ്ണൂരിൻ്റെ അവിടെയുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കണ്ണൂർ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെയാണ്. നമ്മൾ അവിടെ ഒരു ക്യാമ്പൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ മേക്ക് ചെയ്തെടുത്തുകൊണ്ടാണ്. അത് ശരിക്കും ഇതിൻ്റെ അകത്തേക്ക് നന്നായി വന്നിട്ടുണ്ട്. പടം എന്താ പറയുക, ഭയങ്കര രസമുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം നമുക്കിങ്ങനെ ചിരിക്കാനായിട്ടൊരു അവസരം കിട്ടുകയാണ്. എപ്പോഴും ത്രില്ലർ അങ്ങനെയുള്ള പടങ്ങളെല്ലാം എപ്പോഴും ഇപ്പം ട്രെൻഡായിട്ടിരിക്കുന്നത്. അപ്പം അതിനിടയിൽ വിനീതിൻ്റെ ഒരു മികച്ച പ്രകടനമാണ് എപ്പോഴും. എങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് വിനീതിനെ കാണാൻ പറ്റി. പിന്നെ ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ഈ തമാശയൊക്കെ അഭിനയിക്കാൻ വിനീത് ഭയങ്കര രസമാണ്. അപ്പോൾ ശ്രീനിയേട്ടൻ്റെ ഓരോ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ഓർത്തു പോകും വിനീതിനെ കാണുമ്പോൾ. പിന്നെ എന്താ പറയുക, എല്ലാം കൊണ്ടും എൻജോയ് ചെയ്യാം. തിയേറ്ററിൽ ഒരു സങ്കടം ഇല്ലാതെ ചിരിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റുന്ന ഒരു പടമാണ് സുബൈർ കെത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സുബൈർ കെയുടെ ഈ പടം ഹിറ്റടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സമയം പോയത് നമ്മുടെ കണ്ണൂർ ലാംഗ്വേജ് എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. നല്ല രസമായിരുന്നു. വളരെ വളരെ നന്നായിരുന്നു. പാട്ടുകൾ നല്ല പാട്ടായിരുന്നു. പടം നല്ലൊരു എൻജോയ് ആയിട്ട് കണ്ടിരുന്നു. നല്ല പടം. ഇല്ല, സിനിമ കണ്ടപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ പേഴ്സണലി നമ്മളിപ്പോൾ ഈയിടെയായിട്ട് കുറേ ത്രില്ലറും എല്ലാം കണ്ടിരിക്കുകയാണ്. അപ്പോൾ കോമഡി ഒരു സ്കോപ്പ് ഉണ്ടെന്ന് വിചാരിക്കണം. പിന്നെ ബേസിക്കലി നമ്മളിപ്പോൾ തിയേറ്ററിനകത്തിരിക്കുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. ലൈക്ക് സിനിമ കാണാൻ വന്ന ആൾക്കാർ മൂവി എൻജോയ് ചെയ്യുന്നുണ്ട് മാക്സിമം. അത് കാണുമ്പോൾ തന്നെ സന്തോഷം. സത്യം പറഞ്ഞാൽ വിനീതൻ തന്നെ ഒരു വിളയാട്ടം തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഓക്കെ, അത് നമുക്ക് അത് തന്നെയാണ്.
പിന്നെ കുറേ നാളത്തിന് ശേഷം വിനീതേട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു ക്യാരക്ടറാണ്. ശരിക്കും നമ്മൾ മൂവി ഷൂട്ട് ചെയ്യുമ്പോഴും വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. ലൈക്ക് വളരെ എൻജോയ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ മൂവി കണ്ട പോലെ തന്നെയായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുണ്ടായിരുന്നു. ബേസിക്കലി ഓഫ് കോഴ്സ് ലൈക്ക് നമുക്കറിയാം പെണ്ണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സബ്ജക്റ്റ് ആദ്യം കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ലൈക്ക് ഒന്നാമത് ഈ പ്രശ്നം നടക്കുന്നുണ്ട്, നമ്മുടെ ഇടയിൽ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂസ് ചെയ്തിട്ട് ഒരു കോമഡി രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. പിന്നെ രാകേഷ് ഏട്ടൻ, മോഹൻ മാമൻ, സോറി ഞാൻ മാമൻ എന്ന് വിളിക്കാം, മോഹൻ സാർ, വിനീതേട്ടൻ, ഇവരെയൊക്കെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഇവരായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു. ലൈക്ക് വി ആർ ലൈക്ക് എ ഫാമിലി ടുഗദർ. ഷൂട്ടിംഗ് വാസ് ലൈക്ക് ഫൺ. താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ. നല്ല മൂവിയാണ്, നല്ല ഫൺ മൂവിയായിരുന്നു, എൻജോയ് ചെയ്തു. അടിപൊളി പെർഫോമൻസാണ്. കോമഡിയൊക്കെ ആണെങ്കിലും മീൻസ് ബോറാവാതെ നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് ചിരിക്കാനുണ്ട്. താങ്ക് യു. കിടിലം പടമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ പറ്റിയ ഇനിയോ ഇത്തരത്തിലുള്ള സിനിമകൾ ഇപ്പം സംഭവിക്കുന്നില്ലല്ലോ. അപ്പം എല്ലാ തലമുറയ്ക്കും ഇപ്പം ഈ മെയിൽ ഷോവിനിസോ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത ഒക്കെ നമ്മളെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പം അതിനൊന്നും വകവയ്ക്കാതെ ഗംഭീരമായി മേക്ക് ചെയ്തിട്ടുണ്ട്. കിടിലൻ തിരക്കഥ. എനിക്ക് ഏറ്റവും മെയിനായിട്ട് എടുത്തു പറഞ്ഞാൽ സ്ക്രിപ്റ്റാണ് താരം ഈ സിനിമയിൽ. കിടിലൻ. പിന്നെ ഡയറക്ടർ മോഹൻ സാർ, തൊട്ട് മുന്നേ അരവിന്ദിൻ്റെ അതികൾ എനിക്ക് തിരുവനന്തപുരത്ത് കൈലി തിയേറ്ററിലാണ് കണ്ടത്. ആ സിനിമ കണ്ടിറങ്ങിയിട്ട് തിയേറ്ററിൽ നിന്ന് ഓപ്പണിംഗ് ഷോ കണ്ടിറങ്ങിയിട്ട് എങ്ങോട്ട് പോകണം എന്നറിയാതെ അന്തം വിട്ടുന്ന ഒരുത്തനാണ് ഞാൻ. ഇപ്പം മൂകാംബികയ്ക്ക് പോകണോ അല്ലെങ്കിൽ തിരികെ വീട്ടിലേക്ക് പോകണോ എന്ന് അറിയാതെ അന്തം വിട്ടുന്നതാണ്. അപ്പം അദ്ദേഹത്തിൽ നിന്നും വേറൊരു ഐറ്റം, അല്ലെങ്കിൽ ഒരു പക്ക സ്ത്രീ വിരുദ്ധത നിറഞ്ഞതോ അല്ലെങ്കിൽ ഒരു മെയിൽ ഷോപ്പിനിസം എന്ന് പറയുക അങ്ങനെ ഒരു സംഭവം. എന്നാലും പടം കിടിലനാണ്. ഈ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും കാണേണ്ട ഒരു കിടിലൻ വിരുന്നാണ് ഈ സിനിമ. നമുക്ക് എല്ലാവർക്കും എൻ്റർടൈൻമെൻ്റ് ആണ്. അത് 100% ധൈര്യത്തോടെ ടിക്കറ്റ് എടുത്തത് എൻ്റെ ഗ്യാരണ്ടി ഈ സിനിമ. അല്ല, കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്കൊന്ന് കുറേയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് ഒരുപാട് ആമ്പിള്ളേർക്ക് ഇത് റിലേറ്റ് ആവും. പിന്നെ ഈ പറയുന്ന പോലെ യൂത്തിനും ഫാമിലിക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിനീതേട്ടൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? പുള്ളി ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് എൻ്റെ പൂണ്ട് വിളയാടിയൊക്കെ പുള്ളിയുടെ ടൈമിംഗ് കൗണ്ടറൊക്കെ ഒരു രക്ഷയില്ല, ഭയങ്കര. പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും മൃദുല് അതുപോലെ അഭിനയിച്ചത് ബാക്കി ഹീറോയിൻ ക്യാരക്ടേഴ്സ് അല്ല എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത് നമ്മുടെ എന്നാത്താം കേസോടല്ല ജഡ്ജിയായിട്ട് അഭിനയിച്ചത്. പുള്ളി ഒരു രക്ഷയില്ല, എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളി, ഷുവറായിട്ട് ഒരു ഹിറ്റാവേണ്ട സിനിമ തന്നെയാണ്. താങ്ക് യു.